ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു കമ്മലാണ്. അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് ഐ പിൻസ്, ഇയർ ഹുക്ക്, ക്രിസ്റ്റൽസ്, ജംബ് റിങ്സ്, ഹെഡ് പിൻസ്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഹെഡ് പിൻ എടുക്കുക, അതിലോട്ട് ക്രിസ്റ്റൽ കോർക്കാം. ക്രിസ്റ്റലിന് പകരം മുത്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഒരു ബ്ലൂ കളർ ക്രിസ്റ്റൽസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹെഡ് പിന്നിലോട്ട് കോർത്ത ശേഷം നമുക്ക് ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ചെറിയൊരു ലൂപ്പ്, മുത്തിനോട് ചേർന്നിരിക്കുന്ന പോലെ ഒരു ലൂപ്പാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത്രയും സ്പേസ് വിട്ടിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത ശേഷം നമുക്ക് ലൂപ്പ് ഉണ്ടാക്കാം. ലൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് ഒരു സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. അതിനുശേഷം പതുക്കെ ബാക്കിലോട്ട് തിരിച്ച് പ്ലെയർ യൂസ് ചെയ്തിട്ടൊരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ കുഞ്ഞ ലൂപ്പ്, മുത്തുമായിട്ട് ചേർന്നിരിക്കുന്ന ലൂപ്പ് വേണം ഉണ്ടാക്കാൻ, എങ്കിൽ കമ്മൽ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് മുത്ത് നമുക്ക് കോർത്തുണ്ടാക്കണം. മൊത്തം 25 ഞാൻ ഇന്നത്തെ കമ്മലിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നോക്കാം. ഐപ്പിന്നിലും ഇതുപോലെ നമുക്ക് കോർത്തുണ്ടാക്കണം. ഐപ്പിന്നിൽ ഓൾറെഡി ഒരു ലൂപ്പ് ഉണ്ട്. അപ്പോൾ മറ്റേ ഭാഗത്തു കൂടി മുത്തിനോട് ചേർന്നിരിക്കുന്ന പോലെ തന്നെ ഒരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് വേണ്ട ഭാഗം മാത്രം എടുത്തിട്ട് നമുക്ക് ഒരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ്. ഹെഡ് പിന്നിൽ 25 പീസ് ഉണ്ടാക്കി, ഐ പിന്നിൽ നമുക്ക് 3 മതി. അപ്പോൾ 4 ലെയർ ചെയ്യുന്നത് കൊണ്ടാണ് 3. അപ്പോൾ നമുക്ക് എത്ര ലെയർ കൂടുതൽ ചെയ്യുന്നു അത്രയും ഐ പിന്നിൽ കോർത്തുണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിനുശേഷം നമുക്ക് ജംബ് റിങ് എടുക്കാം. അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ കോർത്ത് വെച്ചിരിക്കുന്ന മുത്തുകൾ കോർക്കാം. അതായത് ഹെഡ് പിന്നിൽ കോർത്തിരിക്കുന്ന 3 മുത്ത് കോർക്കുക. വീണ്ടും ഐ പിന്നിൽ കോർത്ത് വെച്ചിരിക്കുന്ന ഒരു മുത്ത് കോർക്കാം. അതിനുശേഷം പിന്നെയും 3 മുത്തുകൾ കോർക്കാം. അപ്പം അങ്ങനെ ഒരു ജംബ് റിങ്ങിൽ നമ്മൾ 7 മുത്താണ് കോർക്കുന്നത്. 3 ഹെഡ് പിന്നിൽ കോർത്ത മുത്ത്, അതിനുശേഷം ഒരെണ്ണം നടുവിൽ ഐ പിന്നിൽ കോർത്തത്, വീണ്ടും 3 ഹെഡ് പിന്നിൽ കോർത്തത്. അതിനുശേഷം നമുക്ക് ഇയർ ഹുക്ക് കോർക്കാം. അതെന്താ, കൊക്കി അതിലോട്ട് കോർത്ത ശേഷം ഈ ജംബ് റിങ് ക്ലോസ് ചെയ്യാം. അതായത് ഏറ്റവും മുകളിൽ വരുന്ന ഒരു ലെയറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കമ്മൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. സിംഗിളായിട്ട് ചെറിയൊരു കമ്മൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം, ഒരു ലെയർ മാത്രം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ജംബ് റിങ് എടുക്കുക. അത് പ്ലെയർ യൂസ് ചെയ്തിട്ട് അകത്തിയ ശേഷം ഇതുപോലെ തന്നെ 3 ഹെഡ് പിന്നിൽ കോർത്ത് മുത്ത് കോർത്ത ശേഷം ഐ പിന്നിൽ കോർത്തൊരു മുത്ത്, വീണ്ടും 3 ഹെഡ് പിന്നിൽ കോർത്ത മുത്ത്. അപ്പോൾ നമുക്ക് 3 കോർക്കുന്നതിന് പകരം 4 5 കോർക്കാം. കുറച്ചുകൂടി തിക്കായിരിക്കും. പക്ഷെ കറക്റ്റ് നടുവിലായിരിക്കണം ഈ ഐ പിന്നിൽ കോർക്കുന്നത് വരാൻ. അപ്പോൾ നമ്മൾ ഈ ഐ പിന്നിൽ കോർത്തിരിക്കുന്നതിൽ ഈ രണ്ടാമത്തെ ജംബ് റിങ് കോർക്കുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ 2 ലെയർ ഇവിടെ കോർത്ത് കഴിഞ്ഞു. ഇങ്ങനെ 2 ലെയറുള്ള കമ്മലായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെയും ഉപയോഗിക്കാം. ഇതും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ 1 ലെയറുള്ള കമ്മൽ, 2 ലെയറുള്ള കമ്മൽ, അങ്ങനെ നമ്മൾ എത്ര ലെയർ വേണമെങ്കിലും ഇതേ മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ലെയർ ചെയ്യാനും സെയിം മെത്തേഡിനെ നമ്മൾ ജംബ് റിങ് അകത്തുനിന്ന് അതിലോട്ട് ഹെഡ് പിന്നിൽ കോർത്ത 3 മുത്ത്, ഐ പിന്നിൽ കോർത്ത ഒരു മുത്ത്, വീണ്ടും ഹെഡ് പിന്നിൽ കോർത്ത 3 മുത്ത് കോർക്കുന്നു. എത്ര 3 മുത്തിന് കൂടുതൽ കോർക്കാം അത്രയും തിക്കായിരിക്കും. ഇതൊരു നോർമൽ സൈസിലുള്ള ഒരു കമ്മലായതുകൊണ്ട് ഒരുപാട് ഹെവി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 മുത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ലെയറും സെയിം മെത്തേഡ് നമ്മൾ കോർക്കുന്നത്. അപ്പം നമ്മളിവിടെ 3 ലെയറും കോർത്ത് കഴിഞ്ഞു. ഇതിപ്പോൾ 3 ലെയറുള്ള കമ്മലായിട്ട് യൂസ് ചെയ്യാം. ഇതും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ലെയർ വരെ സെയിം മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4ാമത്തെ ലെയറിൽ നമ്മൾ ഈ മുത്തുകൾ കോർക്കുമ്പോൾ ഐ പിന്നിൽ കോർത്ത മുത്ത് നമുക്ക് ആവശ്യമില്ല, ഏറ്റവും ലാസ്റ്റ് ലെയർ ആയതുകൊണ്ട്. ഇനി 5ാമത്തെ ലെയർ കോർക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നടുവിലൊരു ഐ പിന്ന് കോർക്കാം. ഇത് അവസാനത്തെ ലെയർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ മുഴുവൻ ഹെഡ് പിന്നിൽ കോർത്ത മുത്തുകൾ മാത്രം മതി. അപ്പോൾ ഈ ജംബ് റിങ്ങിൽ 7 ഹെഡ് പിൻ കോർത്ത മുത്താണ് കോർത്തിരിക്കുന്നത്. അത് വീണ്ടും 3ാമത്തെ ലെയറിലുള്ള ഐ പിന്നിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ 4 ലെയറുള്ള അടിപൊളി കമ്മലോട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ ക്രിസ്റ്റലിന് പകരം സാധാരണ മുത്ത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയൊരു കമ്മലൂടി കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കുന്ന പ്രൊസീജിയറൊന്നും ഞാൻ കാണിക്കുന്നില്ല, സെയിം തന്നെയാണ്. ഇതേപോലെ തന്നെ 2 ലെയറാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൽ 7 മുത്ത് കോർത്തവിടെ ഞാൻ ഈ 2 സൈഡിലും 4 5 മുത്തൊക്കെ കോർത്തിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി നല്ല തിക്കായിട്ട് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലെയറിൽ മാത്രം ഐ പിന്നിൽ കോർത്ത് മുത്ത് നടുവിൽ കോർക്കുക. 2ാമത്തെ ലെയറിൽ നേരത്തെ കോർത്തുപോലെ തന്നെ ലാസ്റ്റ് ലെയറിൽ നമുക്ക് ഐ പിന്നിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഹെഡ് പിന്നിൽ കോർത്ത മുത്തുകൾ മാത്രം കോർത്ത് അവസാനിപ്പിക്കുക. അപ്പോൾ ഇത് വൈറ്റ് കളറ് കുറച്ചുകൂടി വലിയ മുത്തിൽ ഒരു 5 മുത്ത് കോർത്ത് സിമ്പിളായിട്ട് ചെറിയൊരു കമ്മൽ, കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുമ്പോൾ വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഡിസൈനായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.